LDF സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയായ KV തോമസിനായി ചെലവഴിച്ച തുകയുടെ വിവരങ്ങൾ പുറത്ത്. 2.5 വർഷത്തിനിടെ അന്നത്തെ സർക്കാർ ചെലവഴിച്ചത് 1 കോടിയിലധികം രൂപ എന്ന രേഖകളിൽ വ്യക്തം. ഓണറേറിയമായി നൽകിയത് 39 ലക്ഷത്തിലധികം രൂപ. സ്റ്റാഫുകൾക്കായി 61 ലക്ഷവും ചെലവാക്കിയെന്ന രേഖകളിലുണ്ട്. സരീഷ് PK വിവരങ്ങളുമായി ചേരുന്നു. സരീഷ്, ഗുഡ് മോർണിംഗ്. ഇപ്പം നേരത്തെ ഒരിക്കൽ KV തോമസിന്റെ ഒരു പ്രതികരണം കേട്ടതായിട്ടുള്ളൊരു ഓർമ്മ ഞാൻ ഈ സർക്കാരിൻ്റെ പ്രത്യേക പ്രതിനിധിയായിട്ട് ഇവിടെ ഉണ്ട് എങ്കിൽ പോലും ഞാൻ ശമ്പളമൊന്നും വാങ്ങുന്നില്ല, എനിക്ക് നേരത്തെയുള്ള MP മറ്റ് പെൻഷനൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്, ജനപ്രതിനിധിയായിട്ട് ഞാൻ ഈ രാജ്യത്തെ സേവിച്ചതിനുള്ള, നാടിനെ സേവിച്ചതിനുള്ള പെൻഷനൊക്കെ കിട്ടുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് അതുമാത്രം മതി, ഞാൻ 5 പൈസ പോലും വാങ്ങുന്നില്ല എന്നുള്ളൊരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് കേട്ടതായിട്ടൊരു ഓർമ്മയുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത്രയും തുക ചെലവഴിച്ചത് മറ്റെന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് സരീഷ്? നേരത്തെ G. സുധാകരന്റെ ആരോപണവുമായി ബന്ധപ്പെട്ടാണ് KV തോമസ് അത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത്. കാരണം അദ്ദേഹത്തിന് 3 പെൻഷൻ ലഭിക്കുന്നുണ്ട്. ഒന്ന് MP എന്ന രീതിയിൽ, മറ്റൊന്ന് MLA എന്ന രീതിയിൽ, മുൻ MLA എന്ന രീതിയിൽ. അതോടൊപ്പം തന്നെ അദ്ദേഹം 33 വർഷം അധ്യാപകനായിരുന്ന ആ കാലഘട്ടത്തിലുള്ള പെൻഷൻ ഉൾപ്പെടെ 3 പെൻഷൻ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ശമ്പളം മതി, അല്ലെങ്കിൽ ആ വരുമാനം മതി എന്നൊക്കെയായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേക ശമ്പളം എന്ന രീതിയിൽ അദ്ദേഹത്തിന് ഈ പ്രത്യേക പ്രതിനിധി എന്ന രീതിയിൽ നൽകിയിരുന്നില്ല. പകരമായി നൽകിയത് ഓണറേറിയം എന്ന രീതിയിലാണ്. ഒരു മാസത്തിൽ 1 ലക്ഷം രൂപ ഓണറേറിയമായി നൽകും എന്നുള്ളതാണ്. അതുൾപ്പെടെയുള്ള കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ കാലയളവിൽ, അതായത് 2023 ജനുവരി 20-നാണ് അദ്ദേഹം ഈ സ്ഥാനത്തേക്ക് വരുന്നത്. അതിനുശേഷം ഈ 2026 മെയ് 4 വരെയാണ് അദ്ദേഹം ആ സ്ഥാനത്തുണ്ടായിരുന്നത്. അതിനിടയിലാണ് അദ്ദേഹത്തിന് ഈ ഓണറേറിയം എന്ന രീതിയിൽ മാത്രം, പ്രതിമാസ ഓണറേറിയം എന്ന രീതിയിൽ മാത്രം 39,38,710 രൂപ അദ്ദേഹം കൈപ്പറ്റിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പേഴ്സണൽ സ്റ്റാഫുകളുടെയും അതോടൊപ്പം തന്നെ മുൻ പ്രത്യേക പ്രതിനിധികളുടെയും പേഴ്സണൽ സ്റ്റാഫുകളുടെയും ശമ്പളം എന്ന രീതിയിൽ മാത്രം 61,83,500 രൂപ സർക്കാർ ചിലവഴിച്ചിട്ടുണ്ട് എന്നുള്ളതും പ്രത്യേകമായി കാണേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ വിമാനയാത്രകൾക്കായി മാത്രം ODEPC മുഖേന 13,04,854 രൂപയാണ് സംസ്ഥാന ഖജനാവിൽ നിന്നും പോയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 2023 നടത്തിയ വിമാനയാത്രകളുടെ ഇൻസിഡൻ്റൽ ചെലവുകൾക്കായി മാത്രമായി 39,000 രൂപയും സർക്കാർ ചിലവഴിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഡൽഹി യാത്രയും അതോടൊപ്പം തന്നെ കേരളത്തിലുള്ള യാത്രയും ഒക്കെ, പ്രത്യേക വാഹനമൊക്കെ അദ്ദേഹത്തിന് അനുവദിച്ചിരുന്നു. അത്തരത്തിൽ ഇന്ധന ചെലവുകൾക്കായി മാത്രം 2,20,429 രൂപയാണ് അദ്ദേഹത്തിന് അനുവദിച്ചിട്ടുള്ളത്. ഈ വിമാനയാത്രയും അതോടൊപ്പം തന്നെ മറ്റു യാത്രകളുമൊക്കെ തന്നെ ചില ദിവസങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുൻപുള്ളതാണ്. അതിനുശേഷമുള്ള കണക്കുകൾ ഈ വിവരാവകാശ പട്ടികയിൽ വന്നിട്ടുമില്ല. അങ്ങനെ ആകെ 1,16,86,493 രൂപയാണ് KV തോമസ് എന്ന പ്രത്യേക പ്രതിനിധിക്കായി, സംസ്ഥാന സർക്കാരിൻ്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിക്കായി സംസ്ഥാന ഖജനാവിൽ നിന്നും ചെലവഴിച്ചിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ നേട്ടം എന്ന് ചോദിക്കുമ്പോഴാണ് ഏറ്റവും പ്രധാനമായ ഒരു കാര്യമുള്ളത്. കാരണം ഡൽഹിയിൽ കേരളത്തിൻ്റെ അല്ലെങ്കിൽ വിവിധ കേന്ദ്രമന്ത്രിമാരുമായും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുമായും ഒക്കെയുള്ള കൂടിക്കാഴ്ചകൾ എളുപ്പമാക്കുക, അതോടൊപ്പം സംസ്ഥാന സർക്കാരിന് എന്തൊക്കെ രീതിയിൽ ഡൽഹിയിലെ കേന്ദ്ര മന്ത്രിസഭയിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രാതിനിധ്യം വേണമെങ്കിൽ, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ചില പദ്ധതികൾ കൊണ്ടുവരാനും അവരുമായി ആശയവിനിമയം എളുപ്പമാക്കാനും ഒക്കെ ആയിരുന്നു KV തോമസിനെ നിയമിച്ചത്. ആ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്, അത് എത്രത്തോളം നടപ്പിലായി എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് 1,16 ലക്ഷത്തിലേറെ രൂപ ഇപ്പോൾ സംസ്ഥാന ഖജനാവിൽ നിന്നും ചെലവഴിച്ചിരിക്കുന്നത്. ശരി സരീഷ്, ശരി. സരീഷ് PK ആണ് വിവരങ്ങൾ നൽകിയത്.